കെഎസ്ആർടിസിയിലെ ബ്രത്ത് അനലൈസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയത്തിൽ പരിശോധനയിൽ പ്രതിഷേധവുമായി TDF. പരിശോധനാ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്നാണ് TDFിന്റെ ആവശ്യം. നടക്കുന്നത് തൊഴിലാളി സമൂഹത്തെ നാണം കെടുത്തുന്ന പരിശോധനയാണ്. ബ്രത്ത് അനലൈസർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്നും ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെടണമെന്നും സംഘടനാ വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLA ആവശ്യപ്പെട്ടു. പ്രതികരണം: ഓരോ ദിവസം കഴിയുന്തോറും ഈ പരിശോധന മനഃപൂർവ്വം ജീവനക്കാരെ കുടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നായി മാറുകയാണ്. മദ്യപിക്കാത്തയാൾ മദ്യപിച്ചു എന്ന് റീഡിംഗ് വന്നു കഴിഞ്ഞാൽ അയാൾ പറയുകയാണ് എന്നെ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞാൽ അവർ വിധേയമാക്കുന്നില്ല. ആദ്യം പരിശോധിച്ച ആളെ വീണ്ടും പരിശോധിക്കാൻ ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്ന് ഉത്തരവിറക്കി. ആ ഉത്തരവ് 2 ദിവസം കഴിഞ്ഞ് പിൻവലിക്കുകയാണ്. കാരണം എന്താണ്? ബ്രീത്ത് അനലൈസറുകളുടെ നിലവാരമില്ലായ്മ വെളിവാകും എന്നുള്ളതാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പോലീസിന്റെ നിയമം അനുസരിച്ച് മാത്രമേ ഇതിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാവൂ. മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തണം. ബ്രീത്ത് അനലൈസറുകളുടെ നിലവാരം ഉറപ്പുവരുത്തണം. പരിശോധന കുറ്റമറ്റതായിരിക്കണം. പരിശോധന ഇപ്പോൾ നടക്കുന്നത് തെറ്റായ രീതിയിലുള്ള പരിശോധനയും ശിക്ഷാ നടപടികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റിനു സീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു സീധർ, എന്തായാലും MLA പറയുന്നത്, വിൻസെന്റ് MLA പറയുന്നത് നമ്മൾ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യമാണ്, തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. ഈ ബ്രത്ത് അനലൈസർ ആവശ്യമില്ലാതെ പണി കൊടുക്കുന്നുണ്ട്, മാനം കെടുത്തുന്നുണ്ട് നമ്മുടെ പാവപ്പെട്ട ഡ്രൈവർമാരുടെയും ജീവനക്കാരുടെയും എല്ലാം. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം എന്നാണോ ഇപ്പോൾ തൊഴിലാളി യൂണിയനുകളും MLAയും ഒക്കെ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും അരുൺകുമാർ, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പാലോട് ഡിപ്പോയിലെ ജയപ്രകാശിന്റെ വാർത്ത പുറത്ത് വിട്ടിരുന്നത് നമുക്കറിയാം. അതായത് തൊഴിലാളികളെ വലിയ രീതിയിൽ നാണം കെടുത്തുന്ന ഒരു ഇടപെടലാണ് ഈ പരിശോധനയിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ പോകുവാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് TDF. അതാണ് വിൻസെന്റ് MLA പറഞ്ഞത്. മന്ത്രിയോട്, അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടും. നിലവിൽ ഇതിൽ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരവും പോലീസിന്റെ നിയമവുമുണ്ട്. 30% അല്ലെങ്കിൽ 30 പോയിന്റാണ് ഈ ലഹരി ഉപയോഗിച്ചതായി ഈ ബ്രത്ത് അനലൈസറിൽ രേഖപ്പെടുത്തിയാൽ അത് കണ്ടെത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു പോയിന്റും വന്നു കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയതായി കണക്കാക്കുമെന്നുള്ളതാണ്. ഈ മാനദണ്ഡം പരിഷ്കരിക്കണം. ഒപ്പം ഈ മെഷീനുകൾ വാങ്ങിയതിൽ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ട്. ഇനി അടിയന്തരമായി ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ ജയപ്രകാശിനൊപ്പം കോഴിക്കോടും സമാന രീതിയിലൊരു സംഭവമുണ്ടായി. എല്ലാ ദിവസവും തൊഴിലാളികൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ ഒരു പരിശോധന മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പരിഷ്കാരം ഉടനെ ഉണ്ടാകണം. ഈ ഗുണമേന്മയുള്ള ബ്രത്ത് അനലൈസറുകൾ ഉപയോഗിച്ച് വേണം പരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ടത് ആണ് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ അത്തരം ഒരു സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ TDFിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകുമെന്നും വിൻസെന്റ് MLA വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നുണ്ട്. അരുൺകുമാർ, ഓക്കെ, ഇപ്പോൾ റിനുവാണ് വിവരങ്ങൾ നൽകിയത്. ബ്രത്ത് അനലൈസറിൻ്റെ കാര്യത്തിൽ മാനദണ്ഡം പരിഷ്കരിച്ചേ മതിയാവൂ. ഗതാഗത വകുപ്പ് മന്ത്രി ഇത് കേൾക്കുന്നുണ്ടാവും. അരിഷ്ടം കുടിച്ചു വരുന്നവരെ, ഹോമിയോ കഴിച്ചു വരുന്ന പാവപ്പെട്ട ഡ്രൈവർമാരെ ഇങ്ങനെ പൊതുനിരത്തിൽ പൊതുമാധ്യമങ്ങളുടെ മുന്നിൽ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഒന്നുകിൽ അത് ശാസ്ത്രീയമായി പരിഷ്കരിക്കുക, അതല്ലെങ്കിൽ ഈ പരിപാടി വേണ്ടെന്ന് വെച്ച് മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക.